പാർവതിയുടെ ഒരു സാന്നിധ്യം എന്താണെന്നും അങ്ങനെ കണ്ടിട്ട് ഇത് തിരിച്ച് ആ പാറ ഇട്ടു. എടാ മോനെ, ഒത്തിരി ഹരികം നിറഞ്ഞ ഈ ഒരു സ്പോട്ടിലേക്ക് നമുക്ക് പോകാമല്ലോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതെൻ്റെ ഫസ്റ്റ് വ്ലോഗാണ്. അപ്പോൾ അതിൻ്റെതായിട്ട് ഒരുപാട് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ പ്ലീസ് കോപ്പറേറ്റ്. ഓക്കെ, ഇതുപോലുള്ള ഒരുപാട് ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ്, ഒരുപാട് ഹിഡൻ സ്പോട്ട് ഞാൻ നിങ്ങളേക്ക് മുമ്പിലേക്ക് കൊണ്ടെത്തിക്കും. സോ അതിനടുത്ത് നിങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അപ്പോൾ എനിക്ക് വേണ്ടത് നിങ്ങളെ കംപ്ലീറ്റ് സപ്പോർട്ടാണ്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് മോട്ടിവേഷൻ ഉണ്ടാകുന്നത് ഇനി അങ്ങോട്ട് ഓരോ ട്രാവൽ ചെയ്യാനായിട്ടും അതിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ടും. അപ്പോൾ മക്കളെ, നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ട്രിവാൻഡ്രത്ത് നിന്ന് ഏകദേശം 18 കിലോമീറ്റർ മാറിയിട്ട് നെടുമങ്ങാടിനടുത്ത് താന്നിമൂട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള തിരുച്ചിട്ടാപ്പാറയിലേക്കാണ്. സ്ഥലം പറഞ്ഞപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഒത്തിരി പേർക്ക് മനസ്സിലായി കാണും. ഒരുപാട് പേര് പോയിട്ടുണ്ടായിരിക്കും. ഗൂഗിൾ മാപ്പിലും ഈ ലൊക്കേഷൻ അവൈലബിൾ ആണ്. സോ നമുക്ക് അങ്ങോട്ട് പോയാലോ. നമ്മുടെ ഈ ലൊക്കേഷനിലേക്ക് പോകാനായിട്ട് നെടുമങ്ങാട് വന്നിട്ട് അവിടെ നിന്ന് പഴകുറ്റിയിൽ നിന്ന് ലെഫ്റ്റിലേക്കുള്ള റോഡ് ഏകദേശം കുറച്ച് ദൂരം മുന്നിലേക്ക് പോകുമ്പം കുറച്ചല്ല, അവിടെ അത്യാവശ്യം മുന്നിലോട്ട് പോകണം. ഏകദേശം കുറച്ച് ദൂരം ചെന്ന് എത്തുമ്പോൾ താന്നിമൂട് എന്ന് പറയുന്ന സ്ഥലത്ത് താന്നിമൂട് എത്തി. അതായത് ഈ ഒരു കാണുന്ന ഈ ഒരു ജംഗ്ഷനിൽ എത്തിയിട്ട് പിന്നെ ഇവിടുന്ന് വീണ്ടും ഒരു റൈറ്റിലേക്ക് ഒരു ഡിവിഷനാണ്. റൈറ്റ് തിരിയുമ്പോൾ തന്നെ 2 റൈറ്റ് കാണിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് റൈറ്റിലേക്കുള്ള ഈ ഒരു കയറ്റമാണ് പോകുന്നത്. അപ്പോൾ ഈ കയറ്റം ഏകദേശം നമ്മൾ ഒരു അത്യാവശ്യം ഒത്തിരി ദൂരം നമ്മൾ കുറച്ച് ദൂരം ചെന്ന് കയറുമ്പോഴത്തേക്കാണ് ഈ ഒരു ജംഗ്ഷൻ പോലെ എത്തും. ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് വീണ്ടും ഈ റൈറ്റിലേക്കുള്ള ഈ സിമൻ്റ് ഇട്ട റോഡ് കുറച്ച് ദൂരം മേളിലോട്ട് കയറി പോകണം. വഴിയൊക്കെ അത്യാവശ്യം മോശമാണ്, കുഴപ്പമില്ല, നമുക്ക് അധികം ദൂരം വണ്ടി പോകത്തുമില്ല. നമ്മളിവിടുന്ന് ഏകദേശം കുറച്ച് ദൂരം ചെന്നതിന് ശേഷം പിന്നെ നമ്മുടെ വണ്ടി ഏകദേശം ഈ ഒരു ഏരിയയിൽ വെച്ചിട്ട്, അതായത് ഈ താഴത്തെ ഈ ഒരു ഭാഗത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് പിന്നെ ഈ കാണുന്ന ഒരു കയറ്റം നമ്മൾ നടന്ന് വേണം മേളിലോട്ട് കയറി പോകാനായിട്ട്. ഈ കയറ്റം എന്ന് പറയുന്നത് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, അത്യാവശ്യം കുത്തനുള്ള ഒരു കയറ്റം കാര്യങ്ങളൊക്കെയാണ്. സോ ആവശ്യത്തിനുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കയറാൻ നോക്കുക. പ്രായമായവർക്ക് ഇച്ചിരി കയറാൻ ബുദ്ധിമുട്ടുള്ള ഒരു വഴിയും കാര്യങ്ങളൊക്കെയാണ്. സോ പ്ലീസ് ബി കെയർഫുൾ. ഓക്കെ, ഏകദേശം നമ്മൾ ഈ വഴി ഏകദേശം മേളിലേക്ക് ചെന്ന ഉടനെ തന്നെ ഏകദേശം നിങ്ങൾക്ക് ഈ ഒരു ബോർഡ് കാണാൻ പറ്റും, ശ്രീ മഹാ ആഞ്ജനേയ സ്വാമി ക്ഷേത്രം എന്നിട്ട്. ഇവിടുന്ന് വീണ്ടും ഈ റൈറ്റിലേക്കുള്ള വഴി വേണം നമുക്കിനി പോകാനായിട്ട്. നമ്മൾ ഈ റൈറ്റിലേക്ക് വഴി ചെന്നെത്തുമ്പോൾ തന്നെ ഈ പാറയുടെ ഒരു ഭാഗം നമുക്ക് കാണാം. ഈ വഴി വേണം വീണ്ടും മേലോട്ട് കയറാനായിട്ട്. സോ ഈ വഴി നമ്മൾ അത്യാവശ്യം കുറച്ചുകൂടെ കയറിയതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ലൊക്കേഷൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ ഏകദേശം നമുക്ക് ഇവിടെ എത്തുമ്പോൾ തന്നെ അത്യാവശ്യമായിട്ട് കാണാൻ പറ്റും. നല്ലൊരു കിടിലം, എന്താ പറയുക, അത്യാവശ്യം കിടിലം സ്പോട്ട് തന്നെയാണിത്. ഒന്നും പറയാൻ പറ്റില്ല. ഈവനിങ് സൺസെറ്റും വൈബും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റിയത്. പിന്നെ മഴ സമയത്ത് ഞാൻ ഒട്ടും പ്രിഫർ ചെയ്യില്ല ഈ ഒരു വഴി വന്ന് കയറാനായിട്ട്, കാരണം അത്യാവശ്യം സ്ലിപ്പറിയാണ്. നേരെ താഴെ ചെന്നെത്തും. പിന്നെ കണ്ടല്ലോ, ഇതാണ് ഇതിൻ്റെ ഒരു വ്യൂ. നമ്മൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. സൺസെറ്റും അത്യാവശ്യം കിടിലൻ സൺസെറ്റാണ്. ഇതിൻ്റെ നേരെ താഴെയുടെ നമുക്ക് ബീച്ചും കാര്യങ്ങളൊക്കെ ഏകദേശം ആ ഒരു കടലിൻ്റെ ഒരു ഇതൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും കേട്ടോ. ആ സൺസെറ്റിന് നേരെ താഴെയായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടുന്ന് വഴി വന്ന് കയറുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് കുരങ്ങന്മാരെയൊക്കെ കാണുന്നുണ്ട്. സോ നിങ്ങൾ നിങ്ങളുടെ സാധനങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക. ഒരിടത്തും വച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പോകാതിരിക്കാൻ നോക്കുക. കാരണം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം വന്ന് എടുത്തിട്ട് പോകും. പിന്നെ അതായത് കയറി വരുമ്പോൾ തന്നെ അതായത് അടിപൊളിയായിട്ടൊരു കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ അമ്പലത്തിൽ ഇവിടെ ഒരു അമ്പലം ഉണ്ട്. അത് അമ്പലത്തിൻ്റെ ഭാഗമായിട്ടാണ് തോന്നുന്നത്. എന്താ കണ്ടല്ലേ, ഇവിടെ ഞാൻ പറഞ്ഞില്ല കുരങ്ങന്മാർ ഇഷ്ടംപോലെ ഉണ്ടെന്ന്. സോ സൂക്ഷിക്കുക. നമ്മൾ ഇവരെ അങ്ങോട്ട് പോയി ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ ശല്യം ചെയ്യാനോ നിൽക്കണ്ട. അവരവരെ കാര്യം നോക്കും, നമ്മൾ നമ്മുടെ വന്ന കാര്യങ്ങൾ നോക്കിയിട്ട് പോകാൻ നോക്കും. റിയലി ഇതാണ് തിരുച്ചിട്ടാപ്പാറയിലെ സീരിയസ്ലി കിടിലം വ്യൂ അല്ലേ. പിന്നെ അടുത്ത അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്ന വ്യൂ ഇതെല്ലാം നമ്മുടെ, എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ ട്രിവാൻഡ്രം സിറ്റി ആ റേഞ്ചും അങ്ങനെയുള്ള കുറച്ചും കൂടെ പ്ലേസാണ്. ഇവിടെ അത്യാവശ്യം നല്ലൊരു വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സൈഡ് ഫുള്ളും മലയും കാര്യങ്ങളൊക്കെ നമുക്ക് ട്രിവാൻഡ്രത്ത് മാത്രം കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഞാൻ പോയിട്ടുള്ളതിൽ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുള്ളത് ഒരു ട്രിവാൻഡ്രത്ത് മാത്രമാണ്. കാരണം വേറെ ഒന്നുമല്ല, ഒരു സൈഡിൽ ഫുള്ളും മലയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതേപോലെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ താഴെ ഒരു പാറ കാണാൻ പറ്റുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നു അങ്ങോട്ട് പോകാൻ പറ്റുമായിരിക്കും. അവിടെ കുറച്ച് പയ്യന്മാരൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മിക്കവാറും അങ്ങോട്ട് പോകാം. നമുക്ക് എന്തായാലും അങ്ങോട്ട് ഇവിടുന്ന് എന്തായാലും ഇറങ്ങാം. ഇവിടുത്തെ ഒരു അമ്പലം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. സോ ഇവിടുന്ന് ഈ കാണുന്നതാണ് ആ അമ്പലം ഇതായിട്ട് വരും. ഓക്കെ, നമുക്ക് ഈ അമ്പലത്തിലോട്ട് പോകാം. അവിടുത്തെ വീഡിയോ എടുക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. നമുക്ക് എന്തായാലും അവിടെ അങ്ങോട്ട് പോയി നോക്കാം. എന്തായാലും
ക്ഷേത്രത്തെ പറ്റി തിരിച്ചിടപ്പാറ എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. ക്ഷേത്രത്തിൻ്റെ ഹനുമാൻ മരുത്വാമല എടുക്കാനായിട്ട് പോകുന്ന സമയത്ത് മാറി ഈ മല എടുക്കുന്നു എന്നൊരു പറയുന്നുണ്ട്. അപ്പോൾ ഇതെടുക്കുന്ന സമയത്ത് ഇവിടെ ശിവപാർവതിയുടെ ഒരു സാന്നിധ്യം ഉണ്ടാകുന്നു. അങ്ങനെ കണ്ടിട്ട് ഇത് തിരിച്ച് ആ പാറ ഇട്ടു, അങ്ങനെ തിരിച്ചിട്ട പാറ എന്നൊരു പേര് വന്നതെന്നാണ് ഐതിഹ്യം വരുന്നത്. അത് ആ ജ്യോതിപീഠം ഇരിക്കുന്ന സ്ഥലമാണ് അതായിട്ട് പറയുന്നത്. ഓ ഓക്കെ. ഹനുമാന മല തിരിച്ചിട്ടതായിട്ടുള്ളത് ഓക്കെ. മരുത്വമല എന്ന് കരുതിയിട്ട് അദ്ദേഹം എടുക്കുന്നുണ്ട്. മല എടുക്കുന്ന സമയത്ത് ശിവപാർവതി ശിവലിംഗ പ്രതിഷ്ഠ കാര്യങ്ങൾ കാണുന്നുണ്ടോ തിരിച്ച് ഇട്ടുകയാണ് ചെയ്തതെന്നുള്ളത്. അങ്ങനെയാണ് തിരിച്ചിട്ട പറയുന്നത്. പിന്നെ ആദ്യം ആ ജ്യോതിപീഠം അവിടെ വിളക്ക് വെച്ച് കത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആരാധന. പിന്നെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് ഇതിന് നേരെ താഴെ തിരിച്ചിട്ട് വരുന്ന ശിവക്ഷേത്രമുണ്ട്. അത് മുന്നേ ഇവിടെ ആരാധിച്ചുകൊണ്ടിരുന്നതാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവിടെ അത് തൂക്കാനൊക്കെ വരുന്ന ഒരു സ്ത്രീക്ക് ബുദ്ധിമുട്ടായപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ നന്ദി താഴെ പോയി കിടന്നു. അങ്ങനെ ആ ക്ഷേത്രം താഴേക്കായെന്നുള്ളൊരു ഐതിഹ്യം പറയുന്നുണ്ട്. ഓ അങ്ങനെ. ഓക്കെ ഓക്കെ. പിന്നീടാണ് ഹനുമാനെ പ്രതിഷ്ഠ കഴിച്ചത്. അവിടെ പൗർണമി പൂജയായിട്ട് മൂലസ്ഥാനമായിട്ട് അങ്ങ് വച്ചിട്ടുള്ളൂ. ഈ ശിവക്ഷേത്രം താഴേക്ക് പോയത് കൊണ്ട് അവിടെ മൂലസ്ഥാനമായിട്ട് പൗർണമിക്ക് മാത്രം പൂജ കഴിക്കുന്നുണ്ട്. പിന്നെ ഹനുമാനാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ നാഗർക്കുള്ള ആ ഗുഹയ്ക്കകത്തായിട്ട് നാഗരുടെ ഒരു സ്ഥാനമുണ്ടല്ലേ. ഓക്കെ 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 ഓക്കെ. ബാക്കി ദേവതകളൊന്നുമില്ല. ഇനിയിപ്പം പുനരുദ്ധാരണമൊക്കെ വരുന്ന സമയത്ത് വരുമായിരിക്കും. പ്രശ്നമൊക്കെ വെച്ച് അങ്ങനെ വരുന്നത്. എനിക്കൊന്നും അധികം ആൾക്കാരും ഇങ്ങോട്ട് വരുന്നില്ല എന്ന് തോന്നുന്നു. വരുന്നുണ്ടോ അറിയില്ല. കയറി വരാനുള്ള ബുദ്ധിമുട്ട്, റോഡിന്റെ പ്രശ്നം അതൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടിരുന്നു. പിന്നെ ഇപ്പോൾ കയറി വരാനൊക്കെ പ്രായമായവർക്കൊക്കെ ബുദ്ധിമുട്ടാണ്. പിന്നെ ടൂറിസ്റ്റുകൾ ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഇസ്രോയുടെ CISF ജവാന്മാർ അങ്ങനെയുള്ളവർ വരുന്നുണ്ടല്ലോ. കയറി വരാൻ പറ്റുന്ന ആരോഗ്യസ്ഥിതി ഉള്ളവർ മാത്രമേ വരുന്നുള്ളൂ, അല്ലാതല്ല. സോ ഗൈസ്, അമ്പലത്തിന്റെ ഈ ഒരു സൈഡിലൊക്കെ വരുമ്പോൾ തന്നെ അത്യാവശ്യം കിഡിലും വൈബും കാര്യങ്ങളാണ് കേട്ടോ. നമ്മളിവിടെ ഇറങ്ങുമ്പോൾ തന്നെ അതേ കണ്ടില്ല, ഇങ്ങനെ ഒരു കുത്തനൊരു പാറയും കാര്യങ്ങളൊക്കെ നിൽപ്പുണ്ട്. അത്യാവശ്യം കിഡിലും വൈബാണ് ഇതിന്റെ ഒരു സൈഡിലേക്ക് ഇറങ്ങുമ്പോൾ കേട്ടോ. വേറെ ലെവൽ വൈബാണ് ഗൈസ്. ഒരു മസ്റ്റ് ട്രൈ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു സൈഡൊക്കെ ലൈക്ക് ഈ ഒരു സൈഡല്ല, ഈ ഒരു അമ്പലത്തിലേക്ക് തന്നെ മസ്റ്റ് ട്രൈ ആണ്. നിങ്ങളൊന്ന് വരാൻ നോക്കുക. കാരണം നമുക്ക് ഈ കാണുന്ന ഈ ഒരു കുത്തനെ കണ്ട ഈ പാറയിലൊക്കെ നമുക്ക് കയറി പോകാൻ പറ്റും കേട്ടോ. സേഫായിട്ട് കയറിയാൽ മാത്രം മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ഈ രണ്ട് പാറകളുടെ നടുവിലൂടെ ഏകദേശം ഈ സൈഡിൽ കൂടെയൊക്കെ നമുക്ക് വേണം കയറി പോകാനായിട്ട്. നമുക്ക് ഈ പാറയുടെ മേളിൽ കയറി പോകുന്നത് കുഴപ്പമൊന്നുമില്ല. അവർ തന്നെ നമ്മളോട് പറഞ്ഞു കയറിക്കോളാൻ പറഞ്ഞു. ഇവിടെ കയറി പോകാൻ വേറെ കുഴപ്പവും കാര്യങ്ങളില്ല, സേഫാണ്. പിന്നെ ഏകദേശം ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയനിൽ ലൈക്ക് ഇവിടെ കയറുമ്പോൾ ഈ പാറ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ല, ഇങ്ങനെ അത്യാവശ്യം കുത്തനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വലിഞ്ഞ് കയറാൻ ഇച്ചിരി ടാസ്ക്കാണ്. അതുകൊണ്ട് സേഫായിട്ട് കയറാൻ നോക്കുക. ഓക്കെ. സോ ഗൈസ്, നമ്മൾ ഈ ഒരു വഴി വന്നു കഴിഞ്ഞാൽ പാറ കയറാൻ പറ്റും, പക്ഷെ അത്യാവശ്യം സ്ലിപ്പ് ഉണ്ടാവാതെ നോക്കുക. ഒരുപാട് പിടിച്ച് ഇതിൻ്റെ മുകളിൽ കയറി വരാം. ഇത് അത്യാവശ്യം നല്ലൊരു സ്പോട്ടാണ്. ഞാൻ ഒത്തിരി അങ്ങ് കയറുന്നില്ല, എങ്കിലും നല്ലൊരു ആംബിയൻസ് ഉണ്ട്. ഒരു കിടില ഒരു ആംബിയൻസ് ഉള്ള ഒരു സ്പോട്ടാണ്. അത്യാവശ്യം നല്ലൊരു വ്യൂ ആണ് കേട്ടോ ഇവിടെയൊക്കെ. ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നൈസായിട്ടുള്ള സ്പോട്ടാണ്. കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചിറങ്ങുന്ന കാര്യം ഇച്ചിരി റിസ്ക്കിയാണ്. സോ ബി കെയർഫുൾ. വരുന്നവർ സൂക്ഷിച്ച് കയറി തിരിച്ചിറങ്ങാം. താഴോട്ടൊക്കെ കുറച്ച് വ്യൂവിൻ്റെതായിരിക്കാം, അല്ലെങ്കിൽ പാറയുടെ എന്തെങ്കിലും ഇതായിരിക്കാം. അങ്ങോട്ട് പോകുന്നില്ല കൂടുതൽ. നമുക്ക് തിരിച്ചിറങ്ങുക. ഇപ്പം ഈ ഒരു പ്ലേസൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ നേരത്തെ വന്നിട്ടുണ്ട് ഇവിടെ? ഞാൻ വന്നിട്ടുണ്ട്. 2 വർഷം മുമ്പ് വന്നിട്ടുണ്ട്. കൂട്ടലായിട്ട് വന്നേ, ആദ്യമായിട്ട് വന്നേ. ഈ സ്പോട്ട് വലിയ പ്രശ്നമൊന്നുമില്ല, ഫ്രണ്ട്ലിയാണ്. എല്ലാവർക്കും കുരങ്ങന്മാരുണ്ട്, ചിലപ്പോൾ തേളും കാണുമല്ലോ. വേറെ വിഷയമൊന്നുമില്ല. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഫാമിലി ആയിട്ടാലും തന്നെ വരാൻ പറ്റുന്ന ഒരു ഇതാണല്ലോ. ഓക്കെ.
ഗൈസ്, അപ്പോൾ നമ്മൾ അവരോട് ചോദിച്ചു. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് പറഞ്ഞ് ഞാൻ നേരത്തെ കാണിച്ചു തന്നു, അങ്ങോട്ട് പോകാനായിട്ട് ഈ വഴിയാണ് പോകുന്നത്. എനിക്കൊന്നും തിരുമേനിയും എന്നോട് പറഞ്ഞത് മുന്നേ വന്നുകൊണ്ടിരുന്നത് ഈ വഴി കൂടെയാണ് വന്നുകൊണ്ടിരുന്നത്. ഇത്തിരി ഇറങ്ങാൻ ശരിയാണ്, പറഞ്ഞത് ശരിയാണ്, ഇത്തിരി ഇറങ്ങാൻ ഇച്ചിരി റിസ്ക്കിയാണ്, കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എനിവേ നമുക്ക് താഴോട്ട് പോയി ആ പാറയുടെ അവിടുത്തെ ഒരു വ്യൂവും കാര്യം കൂടെ കാണാം. ഓക്കെ, സീരിയസ്ലി ഗൈസ്, എൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇറങ്ങാൻ ഇച്ചിരി ഹാർഡാണ് ഈ വഴി. മേ ബി തിരുമേനി പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ് കേട്ടോ. ഇറങ്ങണമെങ്കിൽ ഇച്ചിരി പിടിച്ചൊക്കെ ഇറങ്ങുന്നതായിരിക്കും നല്ലത്. തെന്നാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇവിടുത്തെ കാര്യം, ഇവിടെ കുറേ കരിയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തെന്നാനുള്ള റിസ്ക് കൂടുതലാണ്. സോ ഗൈസ്, ബി കെയർഫുൾ. നമ്മൾ ഇറങ്ങി വന്ന വഴി ഞാൻ താഴെ നിന്ന് കാണിച്ചത് നിങ്ങൾക്ക് മനസ്സിലായി. ഈ ഒരു വഴിയാണ് നമുക്ക് ഇറങ്ങി വരുന്നത് തന്നെ. സോ കയറാനും ഈ വഴി തന്നെയാണ്. അപ്പോൾ ഇറങ്ങി വരുന്നവർ സൂക്ഷിച്ച് വരിക. പിന്നെ ആ പയ്യന്മാർ പറഞ്ഞു ഇവിടെ തേളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അടിപൊളി. മഴയത്ത് എനിക്ക് തോന്നുന്നു മഴയത്ത് വരാൻ ഹൈലി റിസ്ക് ആണ് കേട്ടോ ഇവിടെ. കാരണം നല്ല തെന്നാനുള്ള ചാൻസ് കൂടുതലുണ്ട്. പാറ ആയതുകൊണ്ട് തന്നെ വീഴും, കൺഫേം മസ്റ്റായിട്ടും വീണിരിക്കും. അതുകൊണ്ട് വരുന്നവർ ജസ്റ്റ് സൂക്ഷിച്ച് വരാൻ നോക്കുക. മാക്സിമം മഴ സമയത്ത് വരാതിരിക്കാൻ നോക്കുക ഇങ്ങോട്ട്. എനിക്ക് തോന്നുന്നു ഈ വഴിയായിരിക്കും അങ്ങ് താഴത്തേക്ക് ഇറങ്ങി ചെല്ലാനാണെന്ന് തോന്നുന്നു. കാരണം ഒരു വഴി ഇവിടെ കൂടെ കാണിക്കണം. കാരണം നമുക്ക് പാറയിലേക്ക് പോകുന്നത് ഈ ഒരു വഴി കൂടെയാണ്. ഈ വഴിയാണ് ആ പാറയിലേക്ക് ചെന്നെത്തേണ്ടത്. സോ അപ്പം ഈ വഴിയായിരിക്കും പണ്ട് ആൾക്കാർ വന്നുകൊണ്ടിരുന്നത്. എന്തായാലും നമുക്ക് നമ്മുടെ പാറയിലേക്ക് പോകാം. എന്തായാലും ഇരുട്ടണി വന്ന് നമുക്ക് തിരിച്ചിറങ്ങണം. കാരണം അവർ പറഞ്ഞ കണക്ക് പാമ്പും തേളും കാര്യങ്ങളൊക്കെ കാണാൻ ചാൻസ് കൂടുതലാണ്. എനിക്ക് തോന്നുന്നു ഇത് കയറി ചെല്ലുന്ന ഒരു കിടിലം വ്യൂവിലേക്കായിരിക്കും എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് പോയി നോക്കാം. ആണ് ഗൈസ്, നല്ലൊരു വ്യൂ ആണ് കേട്ടോ ഇവിടെ. തിരിച്ച് കഴിയുമ്പോൾ അവരുടെ ടോപ്പ് ഇതൊക്കെ കേട്ടോ, റിസ്കി ഗെയിം. മോനെ, നോ വേർഡ്സ് ഗൈസ്, അടിപൊളി വ്യൂ. എടാ മോനെ, ഒരു 1.5 പ്ലീസ്. കാണാൻ പറ്റും, ഇതുവഴിയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. നമ്മൾ വന്ന വഴിയും കാര്യങ്ങളെല്ലാം ഇവിടെ നിന്ന് ടോപ്പിൽ നിന്ന് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഞാൻ താഴെ നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ കാണിച്ചിരുന്നു ഈ സ്ഥലമൊക്കെ. നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. ഏകദേശം നമ്മൾ ഇതുവഴി കൂടെ കയറി വന്നുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് അവിടെ നിന്ന് നമ്മൾ കട്ട് ചെയ്തിട്ട് തിരിച്ചത് ഇതുവഴി കണ്ടോ, ഈ താഴെ കൂടെ കാണുന്ന വഴി നമ്മൾ ഇങ്ങനെ കയറിയിട്ടാണ് പാറയിലേക്ക് വരുന്നത്. ആ റോഡും കാര്യങ്ങളും നമ്മൾ വന്ന മെയിൻ റോഡും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പറ്റും. നെടുമങ്ങാട് ഏരിയ ഏകദേശം അത്യാവശ്യം നല്ല രീതിക്ക് കവർ ആവുന്നുണ്ട്. നെടുമങ്ങാട് കോളേജാണ് കാണുന്നത്, എന്നെ ദൂരത്ത് കാണുന്നത്. അത്യാവശ്യം കിട്ടില്ല ഒരു സ്പോട്ട് തന്നെയാണ്. ഈവനിങ് സൺസെറ്റ് കാര്യങ്ങൾ വന്ന് കാണാൻ സീരിയസ്ലി അടിപൊളിയാണ് കേട്ടോ ഇവിടുത്തെ സൺസെറ്റൊക്കെ. നല്ലൊരു വൈബാണ് ഇവിടുത്തെ വന്നിരിക്കുന്നത്. എൻ്റെ മോനെ, സ്ഥലം ഒന്നും പറയില്ല. കിടിലം വ്യൂ, കിടിലം വൈബ്. ഒരു സൺസെറ്റ് കാണണമെന്ന് പറയുന്നില്ലേ, കാണിച്ചു തരാം നോക്ക്. ഫൈനലി ആ സൺസെറ്റ് കണ്ടോ. ഹൗസ് സൺസെറ്റ് ഗായ്സ്, ലുക്ക് പൊളിയല്ലേ. അപ്പോൾ ഗായ്സ്, ഫാമിലി ഫ്രണ്ട്സും എല്ലായിട്ടും കുറച്ച് നേരം ഈവനിങ് ഒന്ന് സൺസെറ്റൊക്കെ കണ്ട് ഒരു വൈബ് പിടിക്കാനാണെങ്കിൽ നേരെ ഇങ്ങോട്ട് വിട്ടോ, പൊളി സ്പോട്ടാണ്. സോ ഗായ്സ്, അപ്പോൾ ഇനി ഒന്നും പറയാല്ല, കിഡിലൻ സൺസെറ്റാണ്. ഞാൻ എക്സ്പെക്ട് ചെയ്ത് വന്നതിനേക്കാൾ കിഡിലായിട്ടുണ്ട് ഇവിടുത്തെ സൺസെറ്റും വൈബും കാര്യങ്ങളെല്ലാം. നിങ്ങൾ മസ്റ്റായിട്ട് ഇവിടെ വരണം. വന്ന ഒരു ഡേ ഇവിടെ വന്നെടുത്ത വൈബും കാര്യങ്ങളൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് പോവാം. ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും ഒക്കെ വരാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ്. പിന്നെ ഒരു കാര്യം കൂടെ ഗൈസ്, മാക്സിമം നേരത്തെ തന്നെ ഇറങ്ങാൻ നോക്കുക. കുറച്ച് റിസ്കി കാര്യങ്ങളൊക്കെ ഉണ്ട്, കാരണം അവിടെ പാമ്പും തേളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇറങ്ങിയപ്പോഴും ഒന്നിട്ട് പാമ്പും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ടായിരുന്നു. സോ അതുകൊണ്ട് മാക്സിമം വരുന്നവർ നേരത്തെ ഇറങ്ങാൻ നോക്കുക. അധികം ഇരുട്ടാൻ വേണ്ടി നിൽക്കാൻ നോക്കണ്ട. ഓക്കെ,
സോ ഇനി നമ്മൾ നേരെ ഒരു ചായക്കടയിൽ പോകുന്നു, ഒരു ചായ കുടിക്കുന്നു, നേരെ നമ്മൾ നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഗായ്സ് നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞാൽ നമ്മൾ നേരെ ബാക്ക് ടു ഹോം. സോ വണ്ടർഫുൾ ഡേ, വണ്ടർഫുൾ സൺസെറ്റ്, ഒന്നും പറയാല്ല. ഇനി ഇതുപോലത്തെ കിട്ടിലും വീഡിയോസിനായി ജസ്റ്റ് ഫോളോ ടിപ്സ് റീൽസ്. സോ ഗായ്സ്, അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഇതുപോലെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ജസ്റ്റ് ഫോളോ ട്രിപ്സ്റ്റർ ട്രെയിൽസ് ഓൺ ഇൻസ്റ്റാഗ്രാം ടു. അതുവരേക്കും ബൈ ഫ്രം ട്രിപ്സ്റ്റർ ട്രെയിൽസ്.